ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാങ്ക് എക്സാംസിന് റീസണിങ്ങിന് എങ്ങനെ നല്ല മാർക്ക് സ്കോർ ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതിനോടൊപ്പം തന്നെ റീസണിങ്ങിൻ്റെ സിലബസും നിങ്ങളുടെ മുന്നിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. റീസണിങ്ങിൻ്റെ സിലബസ് നോക്കുമ്പോൾ നമുക്ക് റീസണിങ് ക്വാണ്ടിനെക്കാട്ടിലും ഒരു 50% സിമ്പിളായിട്ടാണ് റീസണിങ് ഉള്ളത്. ഓക്കെ, ഇതിൽ സ്പീഡ് കൂട്ടാൻ പറ്റുന്ന 2 സെക്ഷൻസ് എന്ന് പറഞ്ഞാൽ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, പസിൽസ്, അതൊക്കെയാണ്. പിന്നെ മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രാക്ടീസിലൂടെ തന്നെ ഓരോ ക്വസ്റ്റ്യൻ ചെയ്ത് അത് പ്രാക്ടീസ് ചെയ്തേ നമുക്ക് ഓരോ സെക്ഷനിലെയും ക്വസ്റ്റ്യൻസിൻ്റെ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ എക്സാമിന് നമ്മൾ എങ്ങനെ അറ്റംപ്റ്റ് ചെയ്താലും റീസണിങ്ങിലെ ഓരോ പ്രോബ്ലംസ് അറ്റംപ്റ്റ് ചെയ്യുമ്പോഴും പസിൽസും സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും ലാസ്റ്റ് അറ്റംപ്റ്റ് ചെയ്ത് ബ്ലഡ് റിലേഷൻ അതൊക്കെ അങ്ങനെ നല്ല ലോങ് ക്വസ്റ്റ്യൻസ് ഒക്കെ ലാസ്റ്റിലേക്ക് വെച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആദ്യം തന്നെ അറ്റൻഡ് ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് കൂടാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്കറിയാം 20 മിനിറ്റേ ഉള്ളൂ നമുക്ക് റീസണിങ്ങിന് അലോട്ടഡ് ടൈമും 35 ക്വസ്റ്റ്യൻസും ആണ്. സോ ആദ്യം നമ്മൾ റീസണിങ്ങിന് ചെറിയ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള ടൈമിൽ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും പസിലും ചെയ്യാൻ ശ്രമിക്കണം. അപ്പോഴാണ് അറ്റംപ്റ്റ് കൂടുന്നത്. പ്രിലിംസിൻ്റെ കാര്യമാണ് പറഞ്ഞത്. പിന്നെ അതേപോലെ തന്നെ റീസണിങ്ങിൽ നമ്മൾ റീസണിങ്ങിൻ്റെ സ്പീഡ് റീസണിങ് സിമ്പിളാണ്, അപ്പോൾ എക്സാമിന് പെട്ടെന്ന് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ വെച്ചിട്ടിരുന്നാൽ റീസണിങ്ങിൻ്റെ സ്പീഡ് കൂടില്ല. ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ റീസണിങ്ങിനും സ്പീഡ് കൂടുകയുള്ളൂ. ഓരോ സെക്ഷൻ വൈസ് ക്വസ്റ്റ്യൻസിനും സിമ്പിൾ തൊട്ട് നല്ല ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് വരാൻ നല്ല രീതിയിൽ ചാൻസ് ഉണ്ട്. സോ നമ്മൾ അങ്ങനെ തന്നെ വേണം പ്രാക്ടീസ് ചെയ്യാനായിട്ട്. മോക്ക് ചെയ്യുന്നവരാണെങ്കിൽ സെക്ഷണൽ ടെസ്റ്റ് എടുക്കുന്നത് വളരെ നന്നായിരിക്കും. അതേപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നവരാണെങ്കിലും പസിൽസ് സീറ്റിംഗ് ഒക്കെ ചെയ്യുമ്പം നമ്മൾ ടൈമർ വെച്ച് ക്വാണ്ടിന് എങ്ങനെയാണോ നമ്മൾ ടൈമർ സെറ്റ് ചെയ്ത് ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് അതേപോലെ തന്നെ റീസണിങ്ങിനും ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം. ടൈമർ വെച്ച് പ്രോബ്ലംസ് ചെയ്യുന്നതാണ് എപ്പോഴും നമുക്ക് നമ്മുടെ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ. സോ റീസണിങ് ആണെങ്കിലും ക്വാണ്ട് ആണെങ്കിലും നമ്മൾ എപ്പോഴും ടൈമർ വെച്ച് തന്നെ വേണം പ്രാക്ടീസ് ചെയ്യാൻ. റീസണിങ്ങിൻ്റെ പസിൽസ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഡെയിലി ക്വസ്റ്റ്യൻസ് ചെയ്യണം. പിന്നെ സിലോജിസം, ഇനിക്വാളിറ്റി, അവിടെയൊക്കെ നമുക്ക് സിമ്പിളായിട്ട് സ്പീഡ് കൂട്ടാൻ പറ്റുന്ന കുറച്ച് സെക്ഷൻസ് ആണ്. അപ്പോൾ അതൊക്കെ ഡെയിലി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ക്വസ്റ്റ്യൻ കണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റണം. എക്സാമിന് ക്വസ്റ്റ്യൻ സ്ക്രീനിൽ കണ്ട് അത് പേപ്പറിൽ എഴുതിയെടുത്തുള്ള ടൈം കളയുന്ന ആ ഒരു ഇതൊക്കെ നിങ്ങൾ വിട്ടിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ സ്ക്രീനിൽ കണ്ട അപ്പം തന്നെ ആൻസർ പേപ്പറിൽ എഴുതാതെ തന്നെ ആൻസർ കിട്ടുന്ന ഒരു മെത്തേഡിലേക്ക് നിങ്ങൾ ട്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ ഡെയിലി സെക്ഷൻ വൈസ് ടെസ്റ്റ് അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റുകൾ എടുക്കണമെന്ന് പറയുന്നത്. കൊച്ചു സെക്ഷണൽ ടെസ്റ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ സ്പീഡ് എങ്ങനെ ഇമ്പ്രൂവ് ആവുന്നുണ്ട് എന്ന്. അതേപോലെ തന്നെ ചെയ്ത മോക്കുകളാണെങ്കിൽ തന്നെയും പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നതും നല്ലതാണ്. പിന്നെ ഒരു ക്വസ്റ്റ്യനെങ്കിലും നമ്മൾ മോക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സെക്ഷൻ വൈസ് ടെസ്റ്റ് ചെയ്യുമ്പോഴോ റോങ് ആയിട്ടുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ് റോങ് ആയത് അതൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. സോ ഇന്ന് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളൂ. റീസണിങ്ങിൽ വേറെ കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് റീസണിങ്ങിൽ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യുള്ളൂ. സോ പ്രാക്ടീസ്. അതുപോലെ ക്വാണ്ടിൻ്റെ കാര്യം ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ. അപ്പം നിങ്ങൾ ക്വാണ്ടിനും പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോയിട്ട് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. Thank you for watching my channel. Subscribe my channel and click the bell icon for new updates.